ബാംഗ്ലൂർ വെച്ച് ഇവൾ എന്റെ അടുത്ത് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞത്. അല്ല ഞാനൊന്നും ചെയ്തിട്ടില്ലേ. അതെ അതെ, ഞാനെന്തോ ചെയ്യാനാ? ഇവൻ താപ്പാനല്ലേ. അവസാനം കേസായി, വഴക്കായി, എന്ത് പറയാനാ? അങ്ങനെയാണ് ക്യാപ്റ്റൻ മിലിറ്ററിയിൽ നിന്ന് ഔട്ടായത്. ഗുഡ് ഈവനിങ് ജെന്റിൽമെൻ. ഗുഡ് ഈവനിങ്. നിങ്ങളെല്ലാം ട്രെയിനിങ്ങിന് വന്ന പുതിയ ഓഫീസേഴ്സ് ആണല്ലേ? അതെ. ഞാനും നിങ്ങളുടെ ഒരു നാട്ടുകാരനാണ്, കുമാർ. ഹലോ. ഹലോ. ഇരിക്കൂ. നിങ്ങളുടെ ബ്രിഗേഡിയർ വർമ്മ എന്റെ ഒരു ഫ്രണ്ടാണ്. പരിചയപ്പെട്ട സ്ഥിതിക്ക് ഷാൽ ഐ ഓഫർ യു സം ഡ്രിങ്ക്സ്? നോ താങ്ക്സ്. അല്ലെങ്കിൽ വേണ്ട, ഇനി ഒരിക്കലാവാം. അതുമല്ല, ഞാൻ ഡ്രിങ്ക്സ് വാങ്ങി തന്നു എന്നറിഞ്ഞാൽ ആ നായർ അതും പറഞ്ഞ് നിങ്ങളെ വരട്ടും. പക്ഷെ ബ്രിഗേഡിയർ വർമ്മ അറിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അതൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും. അങ്ങനെ എന്റെ സ്വന്തം ആളാ. ബൈ ദ ബൈ, നിങ്ങളുടെ ഇൻസ്ട്രക്ടർ ഉണ്ടല്ലോ നായർ സാബ്, പരിചയപ്പെട്ടില്ലേ? പരിചയപ്പെട്ടു. ആള് വളരെ മോശ, കള്ളുപിടിയൻ, പെണ്ണുപിടിയൻ. അവിടെ നിന്ന് കിട്ടുന്ന 3/4 ചക്രം കൊണ്ട് ഇതിന് വല്ലതും തികയോ? അതുകൊണ്ട് എന്റെ അടുത്ത് വന്ന് പൈസ ചോദിക്കും. ഞാൻ പൈസ കൊടുക്കില്ല. അല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? എനിക്കൊരു ആർമറി ഷോപ്പ് ഉണ്ട്, 7 സ്റ്റാർ സെക്യൂരിറ്റി എക്യുപ്മെന്റ്സ് ഫാക്ടറി ഉണ്ട്. അല്ല ശനെ, അവിടെ പാറ്റന്റ് ടാങ്ക് ഉണ്ടോ? നമ്മളൊക്കെ ഒത്തു ശ്രമിച്ചാൽ അതുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞല്ലോ താൻ അവിടെ നാട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ട് ഇപ്പൊ ശീലാവധി ചമയുന്നു. നിനക്കൊക്കെ ശമ്പളം തന്ന് തീറ്റു പോയിട്ട് എന്നെ വേണം പറയാൻ. ഇതിന്റെ ഉടമസ്ഥൻ ഞാനാ. എന്റെ ആഗ്രഹം നടന്നിട്ട് മതി, ബാക്കിയൊക്കെ. തന്റെ പെങ്ങളല്ലേ, പറഞ്ഞ് മനസ്സിലായിക്കോട്. പെങ്ങളെന്ന് പറഞ്ഞ ആ വകയിലൊരു പെങ്ങളാ. പുതിയ ആളല്ലേ സാബ്, എല്ലാം ശരിപ്പെട്ടു വരും. സാബ് തൽക്കാലം ഡാൻസ് കാണണം. ഇവളുടെ കഥകളി കാണാനല്ല ഞാനിവിടെ വന്നത്. ഡാൻസ് കാണണമെങ്കിലേ ബോംബെയിലോ മദ്രാസിലോ പോയി എനിക്ക് പത്മാ സുബ്രഹ്മണ്യത്തിന്റെ ഡാൻസ് കാണാം. ആ ദാ വരുന്നു ഒരുത്തൻ. ഇവനാണ് ഈ കുഴപ്പത്തിനൊക്കെ കാരണം. ഇവനെന്ന് പറഞ്ഞാ അവക്ക് പ്രേമമാ. അപ്പോ ഇവിടെ ഇവനാണ് വില്ലൻ. Keep your legs spread. Hold your gun steady. Straight. Properly, man. What are you doing? Load! Fire! എന്താ കുടരുന്നുണ്ടോ? Close your bloody mouth. Rishi. Yes, sir. Come on, jump. Abdul Salam. എന്റെ റബ്ബേ. Come on. Get up. Duck! Jaws. Yes, sir. Come on. Jump. Siddiq. എനിക്ക് നീന്താൻ അറിയില്ല. Siddiq. സാർ, Come on. Come on. അതാണ് എനിക്ക് നീന്താൻ അറിയില്ല സാർ. Come on. Get on this. എനിക്ക് നീന്താൻ അറിയില്ല സാർ. Get on this. അല്ലാ, Get on. കാക്കണ റബ്ബേ. പടച്ചോനെ,
അവന് നീന്താൻ. Go back. I say go back. Come on, boys. Siddiq. Siddiq. Breathe. Come on. Siddiq. Come on. Siddiq. Siddiq. Are you all right? Yes, sir. Huh? Yes, sir. Are you all right? Come on. Yes, no problem. Go back. Siddiq. ഒരു വണ്ടിയും കാണുന്നില്ലല്ലോടി. ദാ ഒരു മിലിറ്ററി ജീപ്പ് വരുന്നുണ്ട്. നമുക്ക് ലിഫ്റ്റ് ഒഴിച്ചു നോക്കാം. അറിയാ കേട്ടണോ? ആ നായർ സാബാണോ അറിഞ്ഞാൽ? അങ്ങനെ അറിയാൻ എന്താ ഒരു ഡൗട്ട്? പേടിത്തൊണ്ടന്മാരാണെന്ന് തോന്നുന്നു. അളിയ വിട്ടുപോയേക്കാം. കാണാൻ കൊള്ളാവുന്ന രണ്ട് പെൺപിള്ളേരെ ലിഫ്റ്റ് ചോദിച്ചിട്ട് തരാത്ത ഇവന്മാർ എവിടുത്തുകാരാ? വരുന്നത് കാണണോ? എങ്ങനെ? വാ അളിയാ, നമുക്ക് പോവാം. എന്തു പറ്റി? വണ്ടി ബാക്കിലോട്ട്. എന്റെ പൊന്നളിയ പ്രശ്നമുണ്ട്. അളിയ ചേർത്ത് നിർത്ത്. മതി മതി മതി. आप लोग स्पेशल आर्मड ट्रेनिंग्स है ना? जी हाँ. हमें भी उसी रास्ते पे जाना है. लिफ्ट देंगे? വിത്ത് പ്ലഷർ. थैंक यू. കണ്ടോടെ എന്തോന്ന്? രോമാഞ്ചം. അതെ അതെ, എനിക്കുണ്ട്. നിനക്കെന്തിന്? ഓ, അപ്പൊ നിനക്ക് മാത്രമേ ഉള്ളോ? ഒന്ന് പതുക്കെ പറ, അവര് കേൾക്കും. അല്ലളയാ, നമ്മളെന്തിനാ ചമ്മുന്നത്? മലയാളം കേട്ടിട്ട് അവർക്ക് എന്ത് പുല്ല് മനസ്സിലാവാനാ? അത് ശരിയാ. രണ്ടും പഞ്ചാബികളാണെന്ന് തോന്നുന്നു. ഈ ജാതി വിളഞ്ഞ സാധനങ്ങൾ അവിടെ കാണും. പോടാ, ആ ചുണ്ട് കണ്ടാൽ അറിഞ്ഞൂടെ? ബംഗാളികളാ, വങ്കസുന്ദരികൾ. പോടാ വങ്ക. വിളഞ്ഞ ഗോതമ്പിന്റെ നിറം, സൂര്യകാന്തി കണ്ണുകൾ, രവി ചലം ബിയാസ് നദികളുടെ പ്രശാന്തത. നാം ക്യാ ഹെ? പ്രഭ. പ്രഭ. അളിയ, ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് തന്നെ. ഇതല്ലാതെ മറ്റൊരു പേരും അവൾക്ക് ചേരില്ല. പ്രഭ, പ്രഭാമയി. तुम्हारा नाम क्या है? പാർവതി. പാർവതി, ശിവപാർവതി. മഞ്ഞു മൂടിയ മലകൾ, കൈലാസം, പ്രകൃതി പുരുഷ സംഗമം. അളിയ, കവിത വരുന്നളിയ. ഞാനിവളെ പാറു എന്ന് വിളിക്കും. അത് കൊള്ളാം. आप लोग आपस में बात करते ही रहेंगे या गाड़ी भी चलाएंगे? जरूर जरूर. Stop here. നിർത്തേ.
ബി കെയർഫുൾ. ആ, താങ്ക്സ്. see you. അല്ലേ ഇറങ്ങുന്നില്ലേ? ഇല്ല, ഇനി ഒരിക്കലാവാം. മലയാളം അയ്യോ, എന്തു പറ്റി? ഒരു ചെറിയൊരു തലകറക്കം. ആളറിയാതെ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു, ക്ഷമിക്കണം. അതെ, ക്ഷമിക്കണം. ഓ, അതൊന്നും സാരമില്ല. എനിവേ, ഇറ്റ് വാസ് എ നൈസ് ജേണി. താങ്ക് യു. പരിചയപ്പെട്ടില്ലല്ലോ, ഞാൻ പ്രഭ, നിങ്ങളുടെ ബ്രിഗേഡിയർ സാബിന്റെ മകൾ. അയ്യോ, ബ്രിഗേഡിയർ സാബിനോട് പേടിക്കണ്ട, ഞാൻ ഡാഡിയോട് ഒന്നും പറയില്ല. ആ, ഇതെന്റെ കൂട്ടുകാരി പാർവതി. ഹലോ. ഹലോ. എന്റെ ചേട്ടനെ റിൻകുമാർ, 7 സ്റ്റാർ സെക്യൂരിറ്റി എക്യുപ്മെന്റ്സ്. ഓ, അറിയാം. നിങ്ങൾ ട്രെയിനീസ് ആണെന്ന് മനസ്സിലായി. ഞാൻ ആന്റണി. ഞാൻ ഇവൻ ഗോപാലൻ. കോവാലനോ? അല്ല, ഗോപകുമാർ. അതെ, അത് ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങളെല്ലാം കോവാല എന്നാ വിളിക്കുന്നത്, അല്ലേ അളിയാ? നിങ്ങളും അങ്ങനെ വിളിക്കുന്നതാണ് അവന് ഇഷ്ടം. ഓക്കെ ഓക്കെ. നീ എന്ത് മറ്റേടാ പറ കാണിച്ചത്? കാര്യം എന്താണെന്ന് പറ. എന്താ എന്താ പ്രശ്നം? കാര്യം എന്ത്? എടാ, നിന്നെ ഞാൻ എന്താ കാര്യം? കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളരെ കാണുമ്പം ഇവനൊരുമാതിരി തനി നസ്രാണിയുടെ സ്വഭാവ. നീ എന്തിനാ അവരോട് കോവാലാന്ന് പറഞ്ഞു? ഇതായിരുന്നോ കാര്യം? ഞാൻ ഗോപകുമാറല്ലേ? എന്നാലും പെമ്പിള്ളാരുടെ മുമ്പ് വെച്ച് നീ അവനെ കയറി കോവാല 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 മോശമായി. അളിയ ഗോപമാറെ, അളിയന്റെ ഗ്ലാമറിന്റെ മുമ്പിൽ എന്റെ ഇമേജ് രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ? ഇനി അങ്ങനെ വിളിക്കൂ? ഇല്ല ഇല്ല, തീർന്നില്ലേ പ്രശ്നം? ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ വഴക്കിട്ടാലോ? ഗോപ, ഇനി ആന്റണി പെണ്ണുങ്ങളുടെ മുമ്പ് വെച്ച് നിന്നെ കോവാലാന്ന് വിളിക്കത്തില്ല. എനിക്കറിയാം, അവന്റെ സ്വഭാവം നന്നായിട്ട് അളിയാ, അറിയാം. ഗോപാല. എടാ ഉപ്പുമാങ്ങതീനി നസ്രാണി, നിന്നെ ഞാൻ തോറ്റ്. ഞാൻ പോട്ടെ. എന്താണ് ഒരു സെന്റിമെന്റ്സ്? അതൊന്നും വേണ്ട. എന്തിനാടി കരയുന്നത്? എന്തിനാ കരയുന്നെന്ന്? നിന്നെ കാണുമ്പോൾ മരിച്ചുപോയ എന്റെ സാവിത്രിയുടെ ഓർമ്മ വരും. മറക്കാൻ ശ്രമിക്കുന്നതാണ് അതൊക്കെ, പക്ഷെ നിന്നെ കാണുമ്പോൾ എല്ലാം ഓർമ്മ വരും. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. എന്റെ സാവിത്രിയുടെ മുഖമുള്ള ആ മുഖമുള്ള ഒരു പെണ്ണിന് എങ്ങനെ കഴിയും? ഇനി ചിലപ്പോ അതായേക്കാം. ഇന്നല്ലെങ്കിൽ നാളെ അത് വേണ്ടി വരും. ചാരിത്രം പ്രസംഗിക്കണ്ട. ഈ സ്ഥലം ഏതാണെന്ന് എനിക്കറിയാം. ദേവയ്യനെ എനിക്കറിയാം. നിനക്ക് മുമ്പ് പല അവളുമാരും ഇവിടെ വന്നു പോയിട്ടുണ്ട്. അവരൊന്നും സാറിന്റെ മുഖം ഓർമ്മിക്കുന്നുണ്ടാവില്ല. ഞാൻ നാളെ അവരെ പോലാകുമ്പോ എനിക്ക് ഓർക്കാൻ ഒരു മുഖമെങ്കിലും ഉണ്ടാവും. നീ നന്നായി വരുന്ന ലക്ഷണമുണ്ടല്ലോ. അണ്ണന് സന്തോഷമായി. ആദ്യത്തേതല്ലേ, വീതം ഞാൻ ചോദിക്കുന്നില്ല, മുഴുവൻ നീ എടുത്തോ. ക്ഷീണം കാണും, കിടന്നുറങ്ങിക്കോ. ഞാൻ യെസ്, കം ഇൻ. പോയാ? പിള്ളേര് വന്നില്ലേ? വന്നു. ഉറങ്ങിയോ?
നോക്കട്ടെ. അത് അവര് പിന്നെ പിള്ളേരെവിടെ പോയി? എനിക്കറിയില്ല സാബ്. നിനക്കറിയില്ല അല്ലേ? അറിയാം. എടാ ഗോപ, എനിക്കിത് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. കുമാർ കാര്യം നമ്മുടെ ഫ്രണ്ടാണ്, ബ്രിഗേഡ് സാബിന്റെയും ഫ്രണ്ടാണ്. പക്ഷെ അയാൾ എന്തോ ഒരു കള്ളമുണ്ട്. നായർ സാബ് അങ്ങനെ ഇത് അറിഞ്ഞാ? ഓ, നായർ സാബ് എങ്ങനെ അറിയാനാ? കുമാർ വരുന്നു. എന്താ ഒരു പ്രശ്നം? ഏയ് ഒന്നുമില്ല. നായർ സാബ് എങ്ങാനും അറിഞ്ഞാലോന്ന് ഇവനൊരു പേടി. ഇങ്ങനെ പേടിച്ചാലോ? അയാളോട് പോകാൻ പറ. Let us enjoy. നായർ സാബ് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലടാ ട്രെയിനിങ്ങിന് വരുന്ന പിള്ളേരെ നശിപ്പിക്കരുതെന്ന്. താൻ പോടോ. അയ്യോ, അയ്യോ, അയ്യോ. ഇവിടെ പെയിനുണ്ടോ? ഇല്ല. ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ടോ? ഇല്ല. അയ്യോ, അയ്യോ. ഓവർ ആക്ഷൻ വേണ്ട. ഇല്ല. साहब, ब्रिगेडियर साहब बुला रहे हैं. എന്തിനാടാ? കേട്ടില്ല. Okay then. See you in the evening. Okay. Excuse me, Major. എനിക്ക് ആ കുട്ടികളെ ഒന്ന് കാണാമോ? ഞാൻ കാരണമാണല്ലോ. വേണ്ട. സിവിലിയൻസിന് ഇതിൽ കാര്യമില്ല. താൻ ആരാടോ? ഇന്ത്യൻ പ്രസിഡന്റിന്റെ കൊച്ചുമോനോ? ട്രെയിനിന്റെ കാര്യം അന്വേഷിക്കാൻ. മിസ്റ്റർ നായർ, യെസ് സർ. ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സർ. നിങ്ങൾക്ക് കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിക്കാമായിരുന്നു. അയാൾ എന്റെ ഫ്രണ്ടാ. ഒരു സീനിയർ ഓഫീസർ സുഹൃത്തിനോട് ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. യു ആർ ഇൻസൾട്ടിങ് മീ. ഞാൻ അത് ഉദ്ദേശിച്ചല്ല സർ. ഐ എം സോറി സർ. സാറിന്റെ സുഹൃത്തെന്ന് പറഞ്ഞല്ലോ, അവൻ ആരുടെയും സുഹൃത്തല്ല. പൊതുശത്രുവാണ് അവൻ. എന്റെ, ആ കുട്ടികളുടെ, സാറിന്റെ, ഈ രാജ്യത്തിന്റെ. മുക്കാൽ ചക്രം ശമ്പളം വാങ്ങുന്ന പട്ടാളക്കാരന്റെ ചീഫ് കോംപ്ലക്സ്. കാശും മണമുള്ള സിവിലിയൻസ് ഉണ്ട്. നമുക്കെന്തിനാടോ അസൂയ? അയാൾ ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കി വലിയവനായി. അതിന് തനിക്കെന്താ? എന്റെ ഒരു സുഹൃത്ത് ട്രെയിനീസിന് ട്രീറ്റ് കൊടുത്തു. താൻ ഈ കാടിളക്കാൻ മാത്രം മഹാസംഭവമൊന്നുമല്ല. കുട്ടികളെ തല്ലിച്ചതയ്ക്കാൻ തനിക്കെന്താ അവകാശം? ഇൻസ്ട്രക്ടറുടെ ജോലി ചെയ്താൽ മതി. ശിക്ഷണ നടപടി വേണ്ട. കുറ്റം കണ്ടാൽ കമാൻഡിംഗ് ഓഫീസർ എന്ന് പറയുന്ന ഒരുത്തരും ഇവിടെ ഉണ്ട്. ഇവിടെ റിപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കോർട്ട് മാർഷൽ ഉണ്ട്. തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് 100 തവണ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എഴുതുകയാണ്. എനിക്ക് മുമ്പ് ഇടുന്ന ബ്രിഗേഡിയർ എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്ഥിരം ഹെഡേക്ക് ആയിരിക്കുമെന്ന്.
താൻ ഇനിയും പണിഷ്മെന്റ് ട്രാൻസ്ഫർ വാങ്ങിക്കും. തൽക്കാലം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല. നൗ യു കെൻ ഗോ. സർ, 8 വർഷം മുമ്പ് ഞാനിവിടെ ചാർജ് എടുക്കുമ്പോൾ കുമാർ ഈ തെരുവിലെ ഒരു കമ്പിളി വിൽപ്പനക്കാരനായിരുന്നു. 5 വർഷത്തിന് ശേഷം ട്രാൻസ്ഫർ കിട്ടി ഞാൻ പോകുമ്പോൾ അവനൊരു മാടക്കട ഉണ്ടായിരുന്നു. മുൻനിരയിൽ പഴങ്ങൾ, പിന്നിൽ മയക്കുമരുന്നുകളും. ഭൂമിയിൽ സ്വർഗം കാണാൻ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി. ഇത്തവണ ഞാനിവിടെ എത്തിയപ്പോൾ അവന്റെ വളർച്ച കണ്ട് എനിക്ക് തന്നെ അത്ഭുതം തോന്നി. വിദേശ കാറുകൾ, ആയുധ വ്യാപാരം, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഫാക്ടറി, ഒരു ബ്രിഗേഡിയർ പോലും ബഹുമാനിക്കുന്ന സമൂഹ മാന്യത. സർ, അവന്റെ ആയുധ വ്യാപാരത്തിൽ കള്ളക്കളിയുണ്ട്. ഉജറ ഡാൻസിന്റെ പേരിൽ അവൻ നടത്തുന്നത് ശാലയാണ്. ടൂറിസ്റ്റുകൾക്ക് എയർഗണ്ണും മീൻപിടുത്തക്കാർക്ക് തോട്ടയും വിറ്റ് ആർക്കും ഇവിടെ കോടീശ്വരനാകാൻ പറ്റില്ല സർ. എവിടെ നിന്നോ വന്നു ചേരുന്ന വിദേശ നിർമ്മിത ആയുധങ്ങൾ, മയക്കുമരുന്നുകൾ, അതിർത്തി കടന്നും കടക്കാതെയുമുള്ള ഇതിന്റെയൊക്കെ ഒഴുക്ക് നിയന്ത്രിക്കുന്നത് കുമാറാണ്. ഈ കള്ളക്കടത്തിന് എന്റെ കുട്ടികളെ കരുവാക്കാൻ ശ്രമിക്കുകയാണ് അയാൾ. അത് ഞാൻ സമ്മതിക്കില്ല. സാറ് പറഞ്ഞതുപോലെ 3/4 ചക്രം ശമ്പളം വാങ്ങുന്ന പട്ടാളക്കാരൻ നക്കാപ്പിച്ച് കിട്ടിയാൽ ചിലപ്പോൾ വീഴും. അത് അവനും അറിയാം.